നമസ്കാരം. ചാനലുകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന നേതാക്കളും അത് ഏറ്റുപറഞ്ഞു നടക്കുന്ന അണികളുമെല്ലാം കൂടി ആ സമയം സ്വന്തം വീട്ടിൽ 2 അഭിസാരിക മരം വെച്ചുപിടിപ്പിച്ചാൽ അതൊരു തണലാകും എന്നറിയിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഒരു അഭിസാരിക മരം എങ്ങനെ വളർത്താം, അതിൻ്റെ ഉപയോഗങ്ങളും പ്രയോജനങ്ങളും എന്തെല്ലാം തുടങ്ങിയ വിഷയത്തിൽ ഒരു സോദാഹരണ ക്ലാസ്സാണ് ഇന്നാദ്യം. സ്നേഹിതരെ, ഇതാണ് അഭിസാരിക മരം. മുരേ കൊയ്നിജി, അച്ചു ഹസാരെ, പിണറായിക്ക, സിന്ധു സിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അഭിസാരിക മരത്തിൻ്റെ ഇല അത്യന്തം ഔഷധ ഗുണമുള്ളതും സുഗന്ധമുള്ളതുമാണ്. നാടൻ ഭാഷയിൽ അഭിസാരിക എന്നറിയപ്പെടുന്ന ഈ ഇലയെ സംസ്കൃതത്തിൽ കറിവേപ്പില എന്നാണ് വിളിക്കുന്നത്. ഹിമാലയ സാനുക്കളിൽ തഴച്ചു വളരുന്ന അഭിസാരിക വടക്കൻ കേരളത്തിലെ പിണറായി, തെക്കൻ കേരളത്തിലെ പുന്നപ്ര എന്നീ ഭാഗങ്ങളിലാണ് അധികമായി ഉപയോഗിച്ചു വരുന്നത്. അലിപ്പുല്ല്, അബ്ദുള്ള മരം, കുരിശിങ്കൽ ചെടി, സിന്ധുകാന്തി എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ആൺവർഗത്തിൽപ്പെട്ട അഭിസാരിക തെക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ശെൽവരാജ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. കാമുകനെ അന്വേഷിച്ച് കുറിസ്ഥലത്ത് ചെല്ലുന്നവൾ എന്ന് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയെ പോലുള്ളവർ അഭിസാരികയ്ക്ക് അർത്ഥം പറയുമ്പോൾ, കാമുകനായ കറിയെ അന്വേഷിച്ച് ആദ്യം കറിച്ചട്ടിയിലേക്ക് വീഴുകയും പിന്നീട് പുറത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നവൾ എന്ന അർത്ഥമാണ് വേലിക്കകത്ത് അച്യുതാനന്ദനെ പോലുള്ള പണ്ഡിതർ നൽകുന്നത്. ഇനി അഭിസാരികയുടെ ഉപയോഗങ്ങളും പ്രയോജനങ്ങളും എന്തെന്ന് നോക്കാം. വോട്ടിൽ കണ്ണുന്നിട്ട് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന സ്ത്രീ സംരക്ഷകർക്ക് കണ്ണിന് തെളിച്ചമുണ്ടാകാൻ അഭിസാരിക വളരെ നല്ലതാണ്. ഇത് പതിവായി ഉപയോഗിക്കുന്ന 80 കഴിഞ്ഞവർക്ക് ദീപനവും ഉത്തേജനവും ലഭിക്കുന്നു. നിത്യേന 2 നേരം അഭിസാരിക ലേഹ്യം കഴിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ബുദ്ധി വർദ്ധിച്ച് കുബുദ്ധികളാകും. ഒളിക്യാമറ ലെൻസുകൾ പൂപ്പല് പിടിക്കാതെ സൂക്ഷിക്കാൻ ഇത്തരം ക്യാമറ ലെൻസുകൾ അഭിസാരിക ഇലയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ മതിയാകും. മക്കളുടെ പേരിൽ കൃമികടി അനുഭവിക്കുന്ന അച്ഛന്മാരുടെ കൃമി, ജ്വരം ഇവയെ അഭിസാരിക നശിപ്പിക്കും. അഭിസാരിക വൃക്ഷത്തിന് സ്ഥിരമായി വെള്ളം കോരുന്നത് മേധസ് ഇല്ലാതാക്കാൻ ഉപകരിക്കും. ആവശ്യം കഴിഞ്ഞാൽ വഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിച്ചെറിയാം എന്നതാണ് അഭിസാരികയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അഭിസാരിക മരം എങ്ങനെ വളർത്താം എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുള്ള, അലി, കുരിശിങ്കൽ, ശെൽവരാജ്, സിന്ധുകാന്തി എന്നീ വിവിധ ഇനം അഭിസാരിക വിത്തുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള ഏതാനും അഭിസാരികകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നുവരുന്നുമുണ്ട്. ഇവ വിവിധ പാർട്ടി കൃഷി ഓഫീസുകളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. പാർട്ടി കോടതികളിൽ നേരിട്ട് അപേക്ഷിക്കുന്നവർക്ക് തല വെട്ടി വളർത്തിയ പ്രത്യേകതരം അഭിസാരിക ചെടികൾ സൗജന്യമായും ലഭിക്കുന്നതാണ്.
ഒരു അഭിസാരിക മരം വളർന്നു വലുതായാൽ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമൊക്കെ ഇത് വ്യാപിപ്പിക്കാം. തണ്ടും തടിയുമുള്ള PC ആപ്പ് വർഗത്തിൽപ്പെട്ട ഒരുതരം പുഴുവാണ് ആൺവർഗത്തിൽപ്പെട്ട അഭിസാരികയുടെ മുഖ്യ ശത്രു. ഇതിനെ തുരത്താനും അയലത്തെ കൃഷിക്കാർ വന്ന് അഭിസാരികയെ മോഷ്ടിച്ച് പറിക്കാതിരിക്കാനും ജയരാജത്രയം എന്ന കഷായം ആവശ്യം പോലെ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര പൊന്നു കായ്ക്കുന്ന അഭിസാരികയാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞെന്നാൽ ഒരു അരിവാൾ എടുത്ത് അതിനെ വെട്ടിമാറ്റണം. അതിനാൽ കഴിവതും വലുതാകാതെ നോക്കുക എന്നതാണ് കർഷകർ ആദ്യമായും അവസാനമായും ശ്രദ്ധിക്കേണ്ടത്.